പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? പ്രേതത്തെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അപ്പൊ പ്രേതം ഇല്ല. ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ആ, ആനയെ കണ്ടിട്ടില്ല. രാത്രി ആനയെ രാത്രി കണ്ടിട്ടുണ്ടോ? പ്രേതത്തെ കണ്ടിട്ടില്ല, ആനയെ രാത്രി കണ്ടിട്ടുണ്ടോ? ആന ജീവനുള്ള ആ, ഇതെല്ലാം തട്ടിപ്പാ. ഞാൻ ഒരു പ്രേതത്തെ കണ്ടു. ആ, നമ്മൾ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാട്ടെ ആ, പ്രേതത്തെ ഇന്ന വരെ കണ്ടിട്ടുമില്ല. പിന്നെ രാത്രി സ്വപ്നത്തിൽ കൂടെ ആനയും സ്വപ്നമൊക്കെ കാണാറുണ്ട്. ഉണ്ടോ? സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടോ? ഒരുപാട് ഞാൻ ഇപ്പൊ എനിക്ക് ഇരിപ്പായി കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങൾ കാണും. അപ്പൊ ഈ മരിച്ചവരെ കണ്ടിട്ടുണ്ടോ? മറ്റവരെയും കണ്ടിട്ടുണ്ട്. മരിച്ചവരെ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ അവർ മരിച്ചു പോയി കഴിഞ്ഞാല് വായു കൊണ്ട് കിടന്നും അത് നിങ്ങൾ എങ്ങനെ കണ്ടു? അറിയാവും. നിങ്ങൾ എങ്ങനെ കണ്ടു മരിച്ചവരെ? ഈ മരിച്ചവരെ കാണുന്നതെന്ന് പറഞ്ഞാൽ വായു കറങ്ങി നടക്കുന്ന സമയത്ത് ആ വായു നമ്മളെ ഒന്ന് എഴുതിയിരിക്കും. എപ്പോഴാണ് നമ്മൾ സ്വപ്നമായിട്ട് കാണുന്നത്. ആ, മനസ്സിലായോ? നമ്മളെ വന്ന് മരിച്ചവരെ വായു കൂടെ കറങ്ങി വന്ന് നമ്മളെ കാണുമ്പം നമ്മൾ സ്വപ്നമായിട്ട് കാണുന്നു. അപ്പം നല്ലതിനും വരും, അഴുക്കിനും വരും. നല്ല നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ആ, ഇവിടെ തന്നെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ആ, കൂട്ടുകാരൊക്കെ മരിക്കുമ്പോൾ നിങ്ങളെ കാണാൻ വരും. മിക്കവാറുള്ളവരെല്ലാം കാണും. ഈ അടുത്ത വെച്ചാൽ ചില പിള്ളേ കിടക്കും. അപ്പോൾ കൂട്ടുകാരൻ മരിച്ചപ്പം ഇദ്ദേഹം പറയുന്ന കൂട്ടുകാരെല്ലാം മരിക്കുമ്പോൾ ഇദ്ദേഹത്തെ കാണാൻ വരും. ഇദ്ദേഹം കണ്ടിട്ടുണ്ട്, രാത്രിയിലൊക്കെ സ്വപ്നത്തിൽ കൂടെ കണ്ടിട്ടുണ്ട്. നേരം വെളുത്ത് അവരെ നോക്കുമ്പോൾ കാണത്തുമില്ല. അതെവിടുന്നാ കാണുന്നത്? കാണത്തുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ ഇദ്ദേഹം പറയുന്നത്. അപ്പം ചില ആൾക്കാർ പറയുന്നല്ലോ, ഈ ഞാൻ അങ്ങോട്ട് നടക്കുന്ന പറഞ്ഞാൽ ഒരു പ്രേതം അവിടെ നിൽക്കുന്ന കണ്ടു, ഇവിടെ നിൽക്കുന്ന കണ്ടു. ചില ആൾക്കാർ പറയുന്നത് അതെന്തുവാ അത്? ചില ആൾക്കാർ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പാതിരാത്രി അതുകൊണ്ട് ഒരാൾ നിൽക്കുന്നു, ഇവിടെ ഒരാൾ നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത്. ആ, പകൽ നോക്കിയാൽ എവിടെയെങ്കിലും കാണാം. രാത്രി നമ്മൾ നോക്കി ഇത് കാണാനൊന്നും. നമുക്ക് തോന്നുന്നത് അതൊരു മനുഷ്യനാണ്. പിന്നെ അല്ലെ ആന, അല്ലെങ്കിൽ കോഴിയാ, അല്ലെ പട്ടിയാ തോന്നും. ചിലപ്പോൾ ഒരാൾ ഒരു കുടം മറന്നു വെച്ച് മൂത്ത അവിടെ ഒരു മഴയത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ രാത്രി നോക്കുമ്പോൾ ഒരു ആനയാന്ന് പറയും, അല്ലെങ്കിൽ ഒരു കരണ്ടിയാന്ന് പറയും, അവിടുത്തെ ഒരു ചെറുക്കന്, അല്ലെങ്കിൽ ഒരു പേപ്പർ. ഇന്നലെ അവിടുത്തെ ഒരു ചെറുക്കൻ ഇവിടെ ഈ സമയത്ത് ഇവിടെ വന്നു. ഇത് വഴി അവൻ കയറിപ്പോയി. ഇത് വഴി അവൻ കയറിപ്പോയി. അപ്പൊ ഞാനിവിടെ ഇരിക്കുമല്ലോ, ഇരുത്തി അവൻ അത് വഴി തന്നെ ഇറങ്ങി വന്നു. ഇറങ്ങുന്നപ്പോൾ അതിൻ്റെ കുടയുണ്ടായിരുന്നു. അപ്പോൾ ആനയാന്ന് വിചാരിച്ചു. കേൾക്കണം പുറത്തുനിന്ന് വെച്ചാൽ അപ്പത്തെ കേട്ടു. ഞാൻ വിചാരിച്ചാ ഇതിൻ്റെ കുട ഇങ്ങനെ പുറത്ത് ഇങ്ങോട്ട് കാലത്തിരിക്കുവായിരുന്നു. ഞാൻ വിചാരിച്ചാൽ പട്ടി അടിക്കുമെന്നും പറഞ്ഞ് ഞാൻ വടി വടി കറുത്ത പട്ടി എന്നാ വീണെന്ന് പറയുമോ, അല്ലെങ്കിൽ ഒന്ന് വിളിക്കുക, എന്തോന്നും വേണ്ട, ഒന്നും ചെയ്തില്ല. അപ്പം വടിയുമായിട്ട് എന്ന് കഴിഞ്ഞപ്പോഴാ ഒരാൾ കിടക്കുന്നതായിട്ട് കുടയുടെ കിടക്കുന്നുണ്ടോ. ആ, അതുപോലെ ഈ ചില ആൾക്കാർ പറയുന്നുണ്ട് വെളുത്ത ഒരാൾ അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു പറയും. അവിടെ അടുത്ത് നോക്കിയപ്പോൾ പ്ലാസ്റ്റിക് തൂക്കിയിട്ടേക്കുക. പ്ലാസ്റ്റിക് കവർ തൂക്കിയിട്ടേക്കുക അല്ലയോ? അങ്ങനെ പ്രേതമൊന്നും ഇല്ല, ചുമ്മാ തട്ടിപ്പാ ഇതൊക്കെ. ഒരു പ്രേതവും ഇല്ല. ആ, ഒരു പ്രേതവും ഇല്ല, തട്ടിപ്പാ ഇതോ. മനുഷ്യൻ്റെ ഉള്ളു ശരിയാണെങ്കിൽ ഒരു പ്രേതവും ഇല്ല. മനുഷ്യൻ്റെ ഉള്ളു ശരിയാണെങ്കിൽ ഒരു പ്രേതമില്ല. അതല്ലെങ്കിൽ ഒരുപാട് പ്രേതങ്ങൾ കാണുന്നതെല്ലാം. അപ്പം ചില ഈ മനുഷ്യ ദൈവങ്ങളുണ്ട്, അവർ പറയുന്നത് എന്തും അറിയാമോ? ഞാൻ ഇതെല്ലാം മാറ്റിത്തരാമെന്ന് പറയുന്നത്. എല്ലാം മാറ്റിത്തരാമെന്ന് പറയാം. അവരെ കണ്ട് വണങ്ങിയാൽ മതി, നേർച്ച ഇട്ടാൽ മതി, ഞാൻ എല്ലാം മാറ്റിത്തരാമെന്ന് പറയാം. അതിനോട് എന്താ പറയുന്നത്? അതെനിക്കറിഞ്ഞോ. ചിലപ്പോൾ ആരെങ്കിലും ചിലപ്പം ദൈവവിശ്വാസം ഉള്ളവരെ ചിലപ്പം മാറ്റുന്നവർ. അപ്പം എല്ലാവരും മാറ്റുമെന്നാണ് പറയുന്നത്. എല്ലാവരും ഞാനും പറയും. അതായത് ഞാൻ ഇപ്പം അങ്ങാടി നിൽക്കുമ്പം അവിടെ ഒരു നേഴ്സുണ്ടോ, അവിടെ നമ്മുടെ കന്യാമറിയമ്മയുടെ ഇത് ഒരു പുസ്തകം കൊണ്ടുവന്ന് പറഞ്ഞ് ഞാൻ ഈ അസുഖങ്ങളെല്ലാം മാറി ഒരു കാര്യം കിടക്കുന്ന വീടൊക്കെ പ്രാർത്ഥിച്ചിട്ട് തലക്കടി വെച്ചത്. അങ്ങനെയൊക്കെ ചില വിശ്വാസങ്ങൾ ചിലർ ഉണ്ടാവും. അങ്ങനെയൊക്കെ മാറ്റിത്തരും. ഉണ്ടാവുമെന്ന് മാറ്റിത്തരുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം പ്രേതം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ രാത്രിയിലൊക്കെ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ, ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുക, രാത്രിയിൽ നോക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നതായിട്ട് തോന്നും. ഒരു പ്ലാസ്റ്റിക് കവർ നോക്കി, അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ പന്നികളൊക്കെ കയറി വരാതിരിക്കാൻ വേണ്ടി ഇല്ല, അല്ല ഈ പന്നികളൊക്കെ കയറി വരാതിരിക്കാൻ വേണ്ടി ആൾക്കാർ ഈ വാഴയുടെ മൂട്ടിലേക്ക് ഈ പ്ലാസ്റ്റിക് തൂക്കിയിടും, കെട്ടിയിടും. അപ്പോൾ കെട്ടിയിടും. അപ്പോൾ നമ്മൾ ഈ പാരാത്രിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ വെള്ളം നിറം ആയതുകൊണ്ട് ഇത് കാണും. ഞാൻ അതിൻ്റെ ഒരു കൊച്ചു ഉദാഹരണം നിന്നോട് പറയാം.
ഞാൻ അനുഭവപ്പെട്ട ഒരു കൊച്ചു കാരണം ഞാൻ ആ പേരുമട്ടി താമസിക്കുമ്പോൾ ആ മാർക്കറ്റിൽ പോകുമായിരുന്നു. ചോറക്കപ്പുറം. വൈകിട്ട് പോകും. വൈകിട്ട് പോയി ഇപ്പം അവിടെ ഒരു ചാവക്കോട്ടയുണ്ട്. ആ ചാവക്കോട്ട. ചാവക്കോട്ടയുടെ ഇപ്പുറത്തോടെ ഇപ്പുറത്തോടെ വഴി ഇപ്പുറത്തോട് തോടുവാണ്. ആ ഇപ്പുറത്തോട് വഴിയാണ്. അപ്പം മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പം അവിടെ ഒരു മൂലയ്ക്ക് ഒരു കല്ല്, ഒരു ഇത്രയും കടലുള്ള ഒരു കല്ല് ഇങ്ങനെ കുടിച്ചിട്ടില്ല. ഞാനെല്ലാം പോയി രാത്രി വലിയ വരുന്നത് കടയിൽ പോയി ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരാളവിടെ നിൽക്കും. ആന പോലെ ഒരാൾ നിൽക്കുക അവിടെ മൂലയ്ക്ക് ഇരിക്കുക. ചാവക്കോട്ടയുടെ തൊട്ട് മൂലയ്ക്ക്. ആ എന്തുവാ തയ്യാറും അവിടെ 4 മണിക്കൂർ അടിയും ആ കല്ലേല്. പിന്നല്ലാതെ എടാ കൊള്ളാമല്ലോ ഇത്. അവിടെ കിടന്നു കാലും മടക്കിയ കല്ലിൽ ഒരടി ആളാണെന്നും പറഞ്ഞുണ്ട്. അദ്ദേഹത്തിന്റെ കാലും പോയി, എല്ലാം പോയി. പിന്നീട് നോക്കിയപ്പോഴാണ് കണ്ടത് അത് പാറയായിരുന്നു, വെള്ളപ്പാറ. സമയം കഴിയും തോറും അമ്മായി പറഞ്ഞ് ചെറുക്കം പോയിട്ട് ഇതുവരും കണ്ടില്ല, ഇവിടെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മാറ്റം വന്നപ്പോൾ ഞാൻ അവിടെ കിടക്കുക. കാലം മാറ്റം പറഞ്ഞ ഒരു അവിടെ നടക്കാൻ വയ്യ, കാല് മടക്കി അടിച്ചു. ഓ കാല് മടക്കി പാറയിൽ അടിച്ചപ്പോൾ നടക്കാനും വയ്യ. ആള് തിരക്ക് വന്നപ്പം ആള് നൊണ്ടി വരുന്നു. അമ്മാത്തിന് എടുത്തോണ്ട് പോകാൻ. ആ ഇങ്ങനെ എടുത്തോണ്ട് പോവായിരുന്നു. അപ്പം ഒരാൾ വെള്ളപ്പാറ കണ്ടോണ്ട് ആള് പറഞ്ഞ ഒരാൾ ഇരിക്കുമെന്നു, ഒരു പിശാച് ഇരിക്കുക, പ്രേതം ഇരിക്കുക എന്നും പറഞ്ഞു ചാവക്കോട്ട മൂലയ്ക്ക്. അവിടെ ചാക്കോട്ടെ കൂടെ ആയി വരുന്നത്. ആ അവിടെ ചാവുന്നതിനെല്ലാം അവിടെ കുടിച്ചിരുന്നത്. ഓ അവിടെ കുഴിച്ച് ഇട്ടേക്കുമായിരുന്നു. ഇതൊക്കെ പ്രേതം, ഇതൊക്കെ പ്രേതം. ആ ഏറ്റവും വലിയ പ്രേതം എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഏറ്റവും വലിയ പ്രേതം എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഓ ഇതാ വലിയ പ്രേതം.